ഇനി നമ്മൾ ചെയ്യുന്നത് ഷെയർസ് ആൻഡ് ഡിവിഡൻസ് എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസ് ബി ചെയ്യാണ് അല്ലേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എ മാൻ ബൈസ് 75 ഷെയർസ്, അതായത് 75, അതായത് n ഈക്വൽ ടു എത്ര വരും, നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് 75. അതിന്റെ ഫേസ് വാല്യൂ എത്രയാന്ന്, എ മാൻ ബൈസ് 75 rupees 100 shares of a company which pays 9% dividend. അപ്പൊ ഫേസ് വാല്യൂ എത്രയാന്ന് 100, ഡിവിഡൻഡ് എത്രയാന്നത് 9% ആണ് അന്ന് അല്ലെ. ഡിവിഡൻഡ് he buys the shares at a price that he get 12% of his money അല്ലെ. അപ്പൊ എത്ര മണി എന്ന് പറയുന്ന പെർസെന്റേജിലാണ് തന്നത്, 12% ആയിട്ട് അല്ലെ. അപ്പം ഇതെന്താ പറയുന്നത് പറഞ്ഞാല് ആനുവൽ ഇൻകം ഈ പേഴ്സണ് ഈക്വൽ ടു എത്രയാന്നാ പറഞ്ഞത്, 12% ഓഫ് ഹിസ് മണി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റഡ്. എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ 12% ആയിരിക്കും അയാൾ ആനുവൽ ഇൻകം. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ ആനുവൽ ഇൻകത്തിന്റെ ഫോർമുല എന്താ വരുന്നത്, ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഇതാണ് എന്ത് തന്നിരിക്കുന്നത്, 12 ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് അല്ലെ. 12%, അപ്പൊ ഞാൻ ഒന്നുകൂടി ആദ്യം റൈറ്റ് സൈഡിൽ എഴുതാം. 12% ഓഫ് മണി ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് മാർക്കറ്റ് വാല്യൂ ഇൻറ്റു എൻ, അതിന്റെ 12% തന്നെ 12/100. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ക്ലിയർ ആയോ? ഈ ഡയറക്റ്റ് ആയിട്ട് ഈ 100ഉം ക്യാൻസൽ ചെയ്യാം അല്ലെ, ഈ എന്നും ക്യാൻസൽ ചെയ്യാം അല്ലെ. അപ്പൊ എന്താ വരിക, ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 12 അല്ലെ. നിങ്ങൾക്ക് ഇതൊരു ഫോർമുല ആയിട്ട് പഠിക്കാട്ടോ. ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരിക്കും. ഇപ്പൊ പെർസെന്റേജ് തന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി, ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു ഒരു പി നിട്ടോ, സിംപ്ലി പെർസെന്റേജ്, എത്ര പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് ആ പി പറയുന്നത്. അപ്പൊ ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെന്റേജ് ആയിരിക്കും മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെന്റേജ് ഓഫ് ദ എമൗണ്ട്. ക്ലിയർ ആയോ? ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് സുഖമായിരിക്കും. ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെന്റേജ് അല്ലെ. അപ്പം ഇവിടെ ഫേസ് വാല്യൂ എത്രയാണെന്നത് 100 അല്ലേ, ഡിവിഡൻഡിന്റെ പെർസെന്റേജ് 9 ആണ്, ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 12. അപ്പൊ മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരിക, 100 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 12. ഇതിൽ രണ്ടിലും 3 കോമൺ അല്ലേ, 3, 4 അല്ലെ. ഇതും കട്ട് ചെയ്താൽ 25. 3 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 75. മാർക്കറ്റ് വാല്യൂ എത്ര വരിക, ₹75. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചോ. ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെന്റേജ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെന്റേജ് ഓഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ 2. By purchasing ₹25 gas shares for ₹40, a man gets 4% on his investment. By purchasing ₹25 gas shares, അപ്പൊ അതിന്റെ ഫേസ് വാല്യൂ ആണ് എത്ര തന്നത്, ₹25. for ₹50, അപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് എത്ര വന്നത്, 40. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, പ്രീമിയം, ഡിസ്കൗണ്ട് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോ നല്ല വൃത്തിയിൽ കാണാം, അതിന് ശേഷം നിങ്ങൾ ഇത് കാണാം. അപ്പൊ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. എ മാൻ ഗെറ്റ്സ് 4% പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജും തന്നിട്ടുണ്ട്. എത്രയാ, 4%. വാട്ട് പെർസെന്റേജ് ഈസ് ദ കമ്പനി പേയിങ്. അപ്പൊ ഡിവിഡൻഡ് എത്രയാണെന്നാ ചോദ്യം. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഫോർമുല യൂസ് ചെയ്താൽ മതി. എന്താ പറയുക, ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പ്രോഫിറ്റ് പെർസെന്റേജ്. ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡിവിഡൻഡ് അല്ലേ. അപ്പൊ എന്താ വരിക, മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ.
സിക്കൽ ടു മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നത് 40 ഇൻറ്റു പി എന്ന് പറയുന്നത് എത്രയാ 4%, 4 ബൈ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 25 അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്ക്, 40ൽ 5 8 ടൈംസ്, ഇവിടെ 5, അപ്പം 32 ഡിവൈഡഡ് ബൈ 5 സീക്വൽ ടു എത്ര വരും? 6.4% ആണ് ഡിവിഡൻഡ് വരുന്നത് അല്ലേ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, വാട്ട് ഈസ് ഹിസ് ഡിവിഡൻഡ് ഇഫ് ഹി ബൈസ് 60 ഷെയർസ് അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് എത്രയാണ് വരിക? ആ ഡിവിഡൻഡ് മീൻസ് ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം തന്നെയാണ് കേട്ടോ ഡിവിഡൻഡ് എമൗണ്ട്. ഡിവിഡൻഡ് എമൗണ്ട് അല്ലേ. എത്രയാ വരുന്നത്? 6.4%. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് D/100 is equal to ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 25. ടു നമ്പർ ഓഫ് ഷെയർസ് എത്ര? 60 ഷെയർസ് ആണ് മേടിക്കുന്നത്. ഡിവിഡൻഡ് പെർസെൻറ്റേജ് തന്നെ 6.4/100 is equal to, ചെയ്യുന്ന സമയത്ത് ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. 4 60 പോയാൽ 15. അപ്പോൾ 15 ഇൻറ്റു 6.4 is equal to എത്ര എമൗണ്ടാ വരിക? ₹96 വരും. 96 rupees ആണ് എന്ത് വരുന്നത്? ആനുവൽ ഇൻകം വരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Question 3. ₹100 shares of a company are available in the market at a premium of 20. അപ്പോൾ ₹100 ഷെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫേസ് വാല്യൂ ആണ് 100 അല്ലെ. അവൈലബിൾ അറ്റ് മാർക്കറ്റ് അറ്റ് എ പ്രീമിയം ഓഫ് 20 എന്നാണ്. അപ്പോൾ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ആണ് എന്ത് വരിക? പ്രീമിയം ആണ് എന്ത് വരിക? മാർക്കറ്റ് വാല്യൂ വരിക. അപ്പൊ ഫേസ് വാല്യൂ 100 പ്ലസ് 20, അപ്പം മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരുന്നത്? 120. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഗിവൺ ബൈ ദ കമ്പനി ഇഫ് ദ മാൻസ് റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ്. അപ്പൊ ഡിവിഡൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, എത്ര? 15%. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യുക. എന്താ? ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ്. ഇതിൽ ഫേസ് വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 100. ടു ഡിവിഡൻഡ് പെർസെന്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 120 ഇൻറ്റു 15. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എത്ര വരും? 120 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100. ഒരു 0 നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിൽ രണ്ടിലും എന്ത് കോമൺ? 2 കോമൺ. അവിടെ 6 വരും, ഇവിടെ 5 അല്ലേ. ഇത് കട്ട് ചെയ്താൽ എന്ത് വരും? 3 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 3 എത്രയാണ് വരിക? 18% ആണ് വരിക. ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ ഈ ഒരു സെക്ഷനിലുള്ള കുറെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കാൻ തന്നെ നേരത്തെ ഞാൻ ഫസ്റ്റ് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തപ്പോൾ കിട്ടിയതാണത്. ക്ലിയർ ആയോ? ഇനി 4th ക്വസ്റ്റ്യൻ നോക്ക്. Question 4. ₹50 shares of a company are quoted as at a discount of 10%. അപ്പം ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 50 അല്ലെ. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക? 10% ഡിസ്കൗണ്ട് ആട്ടോ അല്ലെ. അപ്പം മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 50 rupees 15ന്റെ 10% കുറയ്ക്കുക. അപ്പൊ അതാണ് കേട്ടോ അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പോ ഇത് രണ്ടും കട്ടാവും. എത്ര വരിക? 50 മൈനസ് ഈ 0 കട്ടാവും. അപ്പൊ 50 മൈനസ് 5. മാർക്കറ്റ് വാല്യൂ എത്ര വരിക? 45 ആണ് വരിക അല്ലേ. ദ റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബീങ്. അപ്പോൾ പെർസെന്റേജ് എത്രയാ? റിട്ടേണിന്റെ അതായത് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എത്രയാ? 20%. 20% ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത് അല്ലെ. ഇൻവെസ്റ്റ്മെന്റിന്റെ 20% ആണ് അയാൾക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ നേരത്തെ ഫോർമുല യൂസ് ചെയ്യുക.
ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഇതിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പൊ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 45 ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാ? 20%. 20 ഡിവൈഡഡ് ബൈ 50 അല്ലെ. ഈ 0 കട്ട് ചെയ്യുക. 45ൽ 5 9 ടൈംസ് 9 2 എത്രയാ? 18%. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? 18% വരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Question 5. A company declares 8% dividend to the shareholders. അപ്പൊ ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് ആണ് 8%. If a man receives rupees 2480 as his dividend, അതായത് ഡിവിഡൻഡ് എമൗണ്ട് അല്ലെങ്കിൽ ആനുവൽ ഇൻകത്തിന് ഇനി അങ്ങോട്ടൊക്കെ ക്യാപിറ്റൽ AI എന്നാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുക. അപ്പം ആനുവൽ ഇൻകം എത്രയാണെന്നത് 2840 ആണ്. ഇനി ഞാൻ AI എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആനുവൽ ഇൻകം ആട്ടോ. ഇനി അഥവാ എ സ്മോൾ ലെറ്റർ ആയി എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാനുണ്ട് ഇനി. ആസ് ഡിവിഡൻഡ് ഫൈൻഡ് ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ്. നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ആണ് ചോദിച്ചത്. ഫേസ് വാല്യൂ എത്രയാണ്? അപ്പം ഇത് ഡയറക്റ്റ് ഫോർമുല. ആനുവൽ ഇൻകത്തിന്റെ ഫോർമുല എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് അല്ലേ. ഇനി ഈ എത്ര കിട്ടി? ഫൈൻഡ് ദ നോമിനൽ വാല്യൂ ഓഫ് ഹിസ് ഷെയർസ്. അതിൽ ആനുവൽ ഇൻകം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 2840 ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ നമുക്കറിയില്ല ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസും അറിയില്ല അല്ലേ. ഡിവിഡൻഡ് എത്ര തന്നിട്ടുണ്ട്? 8%. 8/100 അല്ലേ. അപ്പം ഇതില് if a man receives to find the nominal value of share. അപ്പം ഇതിൽ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ വരിക? 2840 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്രയാ വരുന്നത്? 8 അല്ലേ. അപ്പൊ ഫേസ് വാല്യൂ ഇൻറ്റു n അല്ലേ. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എത്രയാ വരിക? ഇത് 4 കോമണാണ്. അപ്പോൾ 710 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 355 ഇൻറ്റു 100 അല്ലേ. 35,500 അത്രയാണ് അതിന്റെ എമൗണ്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതിപ്പോ നോമിനൽ വാല്യൂ ഓഫ് എ ഷെയർ അല്ല കേട്ടോ, ഓഫ് n ഷെയർസ്. അത് വ്യത്യാസമുണ്ട്. ഇപ്പൊ നോമിനൽ വാല്യൂ എന്ന് ഉദ്ദേശിച്ച് ശരിക്കും ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ, അതായത് ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ ആണ് സാധാരണ നമ്മൾ മുന്നേ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ n ഷെയർസിന്റെ കേസാണ്. അപ്പൊ എത്രയും വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Question 6. How much should a man invest in rupees 100 shares selling at അപ്പൊ അതിന്റെ ഫേസ് വാല്യൂ എത്രയാന്ന്? 100. സെല്ലിംഗ് അറ്റ് rupees 110. അപ്പൊ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ വരുന്ന? 110. To obtain an annual income is equal to 1680 if the dividend declared is 12%. ക്ലിയർ ആയോ? അപ്പം ആനുവൽ ഇൻകത്തിന്റെ ഫോർമുല എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ക്ലിയർ ആയോ? ഇതാണ് എന്ത് വരുന്നത്? ആനുവൽ ഇൻകത്തിന്റെ ഫോർമുല. ഇനി നമ്മളിവിടെ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് തന്നിട്ടുണ്ടോ? നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കണം. അപ്പൊ ആനുവൽ ഇൻകം എത്രയാവുന്നത്? 1680 ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇട്ടാ
ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാ 12. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 100 അല്ലെ, ഈ രണ്ട് 100 ക്യാൻസൽ ചെയ്യാം. അപ്പൊ n എന്ന് പറയുന്നത് എത്രയാ വരിക 1680 ബൈ 12 അല്ലെ. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും 1680 ബൈ 12 എന്ന് പറഞ്ഞാൽ ഇതിൽ ക്യാൻസൽ 140 എന്ന് കിട്ടും. നമ്പർ ഓഫ് ഷെയർസ് എത്രയാ 140. അതായത് ഇവിടെയും 6 കോമൺ ആണ്. അപ്പം 6 ഇവിടെ 2 ടൈംസ് വരും. ഇവിടെ ഇപ്പം എത്രയാ 280 അല്ലേ, 48 8 216 2 ടൈംസ്, പിന്നെ 4 അങ്ങോട്ട് ബോർ ചെയ്യുമ്പോൾ 48, അപ്പൊ 140 വരും നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. ഇനി എന്താ ചോദിച്ചത്, ഹൗ മച്ച് ഷുഡ് എ മാൻ ഇൻവെസ്റ്റ്. അപ്പോൾ അപ്പൊ ഞാൻ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ്. ഇനി ഞാൻ അങ്ങോട്ട് എഴുതുമ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റിനെ എ സ്മോൾ ലെറ്റർ ഐ എന്നാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുക. എ ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് ആനുവൽ ഇൻകം കേട്ടോ, രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. എ ഐ എന്ന് പറയുന്നത് ആനുവൽ ഇൻകം, എ സ്മോൾ ലെറ്റർ ഐ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലെ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫോർമുല മാർക്കറ്റ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് അല്ലെ. മാർക്കറ്റ് വാല്യൂ എത്രയാ വരുന്നത് 110 ഇൻടു നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു 140 അല്ലെ. ഇത് എത്രയാ 00451 അല്ലെ, 15,400. ഇപ്പൊ ഈ 11നെ കൊണ്ട് ഈ 14 ഇൻറ്റു 11നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു എളുപ്പപ്പണി ഉണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ ഈ രണ്ട് എൻഡിലുള്ള ഇത് എഴുതുക 4, പിന്നെ 4 + 1 എത്രയാ 5, പിന്നെ 1 എഴുതുക. ക്ലിയർ ആയി? അങ്ങനെ ചെയ്യാം. അപ്പൊ നോക്ക്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ അതാണ് എന്ത് വരിക 154. അപ്പം 15400 റുപ്പീസാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് വരിക. ക്ലിയർ ആയോ? നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കുക, ഞാനൊരു ഫോർമുല നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഇനി സോൾവ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് ആനുവൽ ഇൻകത്തിന്റെ ഫോർമുല എന്തായിരുന്നു? ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് അല്ലേ. ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഇനി എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്താ വരിക? എമൗണ്ട് ഇൻവെസ്റ്റഡ് മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ഷെയർസിന് വേറെ എന്ത് എഴുതാം? ആനുവൽ ഇൻകം ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എന്ന് എഴുതി കൂടെ. ഇക്വേഷൻ 2 എന്ന് വന്നത്. ഞാൻ ഈ എന്നിന്റെ സ്ഥാനത്ത് അവിടെ ഈ റെഡ് കൊണ്ട് വരച്ച എന്നിന്റെ സ്ഥാനത്ത് ഞാൻ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ത് വരും? എമൗണ്ട് ഇൻവെസ്റ്റഡ് ഈക്വൽ ടു ഫേസ് വാല്യൂ ഇൻറ്റു ഈ എന്നിനെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ആനുവൽ ഇൻകം ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ അല്ലെ ഇൻറ്റു ബാക്കിയുള്ളതൊക്കെ D/100. ഈ എന്നിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആനുവൽ ഇൻകം ബൈ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു D/100 എഴുതി. അപ്പം ആനുവൽ ഇൻകത്തിന് ഒരു ഫോർമുല കിട്ടി. എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ബൈ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 100. വേണമെങ്കിൽ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചോ, ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ എല്ലാ ടേംസും തന്നു കഴിഞ്ഞാൽ ആനുവൽ ഇൻകം ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ബൈ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 100. ക്ലിയർ ആയോ? ഇത് ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടും. ക്ലിയർ ആയോ? ഇനി നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ കമ്പനി, ക്വസ്റ്റ്യൻ 7. A company declares a dividend of 11.2% to its shareholders. അപ്പോൾ D എത്രയാന്ന്? 11.2%. If it's ₹60 shares is available in the market at premium of, അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 60. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം.
അല്ലേ? ഫേസ് വാല്യൂ തന്നെ 60 പ്ലസ് എത്ര പെർസെന്റാ? 25% ആണെന്നാ പറഞ്ഞത്. അപ്പൊ 25/100 അല്ലേ? അപ്പൊ 60 പ്ലസ് ഈ 25 ഒന്നും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു 4. അപ്പൊ 4ഉം 60 എത്രയാ? 15. അപ്പൊ എത്രയാ വരിക? 75 അല്ലേ? അപ്പൊ മാർക്കറ്റ് വാല്യൂ നമുക്ക് എത്രയാ വന്നത്? 75. അത് മാർക്കറ്റ് വാല്യൂ മാത്രം ഞാൻ എഴുതാം. ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ മാർക്കറ്റ് വാല്യൂ എത്ര കിട്ടി? 75. പിന്നെ ഹൗ മച്ച് ഷുഡ് രാകേഷ് ഇൻവെസ്റ്റ് ഇൻ ബൈയിങ് ദ ഷെയർസ് ഓഫ് ദിസ് കമ്പനി ഇൻ ഓർഡർ ടു ഹാവ് ആൻ ആനുവൽ ഇൻകം ഓഫ്, ആനുവൽ ഇൻകം എത്രയാ വരുന്നത്? 1680 അല്ലെ? ഹൗ മച്ച് എന്താണ് ചോദിച്ചത്? ഹൗ മച്ച് ഷുഡ് രാകേഷ് ഇൻവെസ്റ്റ് അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല യൂസ് ചെയ്ത് നോക്ക്. amount invest, sorry, annual income is equal to എന്തായിരുന്നു പഠിച്ചത്? ഫേസ് വാല്യൂ അല്ലേ? ഫേസ് വാല്യൂ ഇൻറ്റു amount invested into dividend by market value into 100 അല്ലേ? ഈ ഫോർമുല യൂസ് ചെയ്ത് നോക്ക്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഞാനിപ്പോ റെഡിൽ മാർക്ക് ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റഡ് AI അല്ലെ? അപ്പൊ നോക്ക്, ആനുവൽ ഇൻകം എത്രയാ? 1680 ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 60 ഇൻറ്റു ആനുവൽ ഇൻകം നമ്മൾ കണ്ടുപിടിക്കണം, ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാ? 11.2 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ തന്നെ 75 ഇൻറ്റു 100. ക്ലിയർ ആയോ? ഇത് നമ്മൾ നേരത്തെ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത കേട്ടോ. വേണമെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ആനുവൽ ഇൻകം ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇതെല്ലാം റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. 1680 ഇൻറ്റു 75 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 11.2 അല്ലേ? ഒരു 0 കട്ട് ചെയ്യുക. 6 ഇതിലെത്ര ടൈംസ്? 2 ടൈംസ്. പിന്നെ 48 8 അല്ലേ? പിന്നെ വേണമെങ്കിൽ ഇതൊന്നും കൂടി എന്താ? 28 ഇൻറ്റു 75 ഇൻറ്റു 100 ഇൻറ്റു ഒരു 10 ഇടുക. കാരണം ഈ ഡെസിമൽ പോക്കാൻ വേണ്ടിയിട്ടാണ്. 112 ആക്കുക. ഈ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 28ൽ 7 കോമൺ 4 ടൈംസ്. ഇവിടെയോ 1 16. അപ്പൊ ഇതൊന്നും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4 വരും. ഈ 4ഉം ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 വരും. അപ്പം ഈസ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ എത്രയാ വരിക? 75 ഇൻറ്റു 25 ഇൻറ്റു 10. 75 ഇൻറ്റു 25 ഇൻറ്റു 10 മീൻസ് അതിന്റെ ആൻസർ എത്രയാ വരിക? 18750 റുപ്പീസ്. ക്ലിയർ ആയോ? ഇത്രയും എമൗണ്ട് ആണ് രാകേഷ് എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ 8. എ മാൻ ബൈസ് 400 അല്ലെ? അതായത് നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 400 20 റുപ്പീസ് ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് ₹5. അപ്പം ഫേസ് വാല്യൂ 20 ആയിരുന്നു. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. അപ്പൊ ഫേസ് വാല്യൂ എത്രയാ? 20 പ്ലസ് പ്രീമിയം എത്രയാ? 4. അപ്പൊ എത്രയാ വരിക? 24 റുപ്പീസിനാണ് അത് മേടിച്ചത്. ആൻഡ് റിസീവ്സ് എ ഡിവിഡൻഡ് ഓഫ് 12%. അപ്പൊ ഡിവിഡൻഡ് എത്രയാ വരുന്നത്? 12%. ഫൈൻഡ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലെ? എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോമിൽ എന്തായിരുന്നു? മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് അല്ലെ? മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് വരുന്നത്? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 24 നമ്പർ ഓഫ് ഷെയർസ് എന്നാൽ 400. എത്രയാണ് വരിക? 9600 റുപ്പീസ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് അല്ലെ? പിന്നെന്താ? ടോട്ടൽ ഇൻകം ഫ്രം ദ ഷെയർസ് അല്ലെ? അപ്പൊ ആനുവൽ ഇൻകത്തിന് ഞാൻ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞിട്ടില്ലേ? എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു ആനുവൽ ഇൻകം, സോറി, എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ബൈ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്?
20 ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ ആ സെക്ഷൻ ഇതിന്റെ മുകളിലുള്ള ആ പ്രോബ്ലത്തിൽ നിന്ന് ആ സബ്സെക്ഷൻ ഇൻറ്റു അല്ല ഏതാ 9600 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാണ് 12 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 24 ഇൻറ്റു 100. ഈ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യാം. 12 24 എത്ര വരും 2 ടൈംസ്. ഈ 2ഉം 20 എത്ര വരിക 10. അപ്പം 10 ഇൻറ്റു 96 എന്ന് വരും. എത്രയാ വരിക 960 റുപ്പീസ്. 960 റുപ്പീസ് അല്ലേ. ഇനി പെർസെൻറ്റേജ് ഓഫ് ഹിസ് മണി അല്ലേ, അതിന് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യുക. എന്താണ്? ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അപ്പൊ ഇവിടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 20 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്ര 12, മാർക്കറ്റ് വാല്യൂ തന്നെ 24 ഇൻറ്റു പി അല്ലേ. അപ്പം പി എന്ന് പറയുന്നത് എന്താ വരിക 20 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 24. ഈ 12ഉം 24ഉം കട്ട് ചെയ്താൽ 2 വരില്ലേ. 20/2 എത്രയാ 10%. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. A man buys a man buys 420 rupees shares at a discount of 12%. അപ്പൊ n ഇവിടെ എത്രയാണ് വരുന്നത് 400 അല്ലെ. 20 rupees shares at a discount. അപ്പൊ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 20 ആ, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20%. അപ്പം 20 മൈനസ് 20 റുപ്പീസിന്റെ 20%. ഇപ്പൊ 20/100 അല്ലെ. ഈ 0 ക്യാൻസൽ ചെയ്താൽ എത്രയാ വരിക 20 മൈനസ് 4 എത്രയാ 16 റുപ്പീസ് ആണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അല്ലെ. ആൻഡ് റിസീവ്സ് എ റിട്ടേൺ ഓഫ് 12% ഓഫ് ഹിസ് മണി. അപ്പൊ പി എന്ന് പറയുന്നത് എത്രയാ വരുന്നത് 12% ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലെ. എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ 16 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ 400 അല്ലെ. എത്രയാ വരിക 6400 റുപ്പീസ് അല്ലെ. ഇനി ദ റേറ്റ് ഓഫ് ദ ഡിവിഡൻഡ്. അപ്പൊ റേറ്റ് ഓഫ് ദ ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പി. ഇപ്പൊ ഡി എന്ന് പറയുന്നത് എത്രയാ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എത്രയാന്നിരിക്കുന്നത് 16 ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാ 12 ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ എത്രയാ 20. ഇതിൽ രണ്ടിൽ 4 കോമൺ ആവും. 4 ടൈംസ് ഇവിടെ എത്ര വരിക 5 ടൈംസ്. 4 ഇൻറ്റു 2 ഇത് എത്ര വരിക 4 ഇൻറ്റു 12 48 ബൈ 5 ഇസ് ഈക്വൽ ടു എത്ര വരും 9.6%. അപ്പൊ എത്ര വരിക 9.6% ആണ് അതിന്റെ ആൻസർ വരിക. ക്ലിയർ ആയോ? ഓ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ 10. എ കമ്പനി വിത്ത് 10,000 ഷെയർസ്. അപ്പൊ എൻ എത്രയാ വരുന്നത് 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച് അല്ലെ. അപ്പം അതിന്റെ ഫേസ് വാല്യൂ ആണ് എത്ര 100 ഈച്ച്. ഡിക്ലെയർസ് ആൻ ആനുവൽ ഡിവിഡൻഡ് ഓഫ് ഡി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 5% ആണ് വരുന്നത് അല്ലെ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദ കമ്പനി. അപ്പോൾ ഡിവിഡൻഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻകം ഓഫ് എ പേഴ്സൺ
അല്ലെ? ആനുവൽ ഇൻകം ഓഫ് എ പേഴ്സൺ എത്രയാണ് വരുന്നത്? അതിന്റെ ഫോർമുല എന്താ? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് അല്ലെ? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് തന്നെ 10,000 ഇൻറ്റു 5/100 അല്ലെ? ഈ രണ്ട് 100 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരിക? 50,000 ആണ് എന്ത് വരുന്നത്? 50,000 റുപ്പീസ് ആണ് എന്ത് വരുന്നത്? ഡിവിഡൻഡ് കിട്ടുന്നത് അല്ലെ? പിന്നെ വാട്ട് ഷുഡ് ബി ദ ആനുവൽ ഇൻകം ഓഫ് എ മാൻ ഹു ഹാസ് 75 ഷെയർസ് ഓഫ് ദ കമ്പനി? അപ്പം ആനുവൽ ഇൻകം എത്രയാ? ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ്, ഇതേ ഫോമിൽ തന്നെ T/100. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് മാറുന്നേ ഉള്ളൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 100. നമ്പർ ഓഫ് ഷെയർസ് ഈ പേഴ്സന്റെ കയ്യിൽ എത്ര ഉണ്ട്? 72 ഷെയർസ് ആണ്. ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർസെൻറ്റേജ് മാറുന്നില്ല, 5/100 is equal to 10. 360 റുപ്പീസ് ആണ് എന്ത് വരുന്നത്? 360 റുപ്പീസ് ആണ് എന്ത് വരുന്നത്? ആ പേഴ്സണിനുള്ള ആനുവൽ ഇൻകം അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If he received only 4% of his investment, find the price he paid for each share. അപ്പൊ അതിനെ നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ്. എത്ര എമൗണ്ട് അയാൾ കൊടുത്തു എന്നാണ് ചോദിച്ചത്. അപ്പൊ മാർക്കറ്റ് വാല്യൂ ആണ്, ഈ മാർക്കറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 100 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാ? 5 is equal to മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ് എത്ര വന്നിട്ടുണ്ട്? 4% ആണ് വന്നിട്ടുണ്ട്. ഇംപ്ലൈസ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ വരിക? 100 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4 അല്ലെ? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 25. അപ്പൊ എത്ര വരിക? 125 അല്ലെ? 125 റുപ്പീസ് ആണ് അയാള് എന്ത് മേടിച്ചത്? ഷെയർ മേടിച്ച വാല്യൂ, മാർക്കറ്റ് വാല്യൂ. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ 11. എ ലേഡി ഹോൾഡ്സ് 1800. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് വരുന്നത്? 1800 ഷെയർസ്. റുപ്പീസ് 1800 റുപ്പീസ് 100 ഷെയർസ്. അപ്പോൾ ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത്? 100 ഓഫ് എ കമ്പനി ദാറ്റ് പേസ് 15% ഡിവിഡൻഡ്. ഡിവിഡൻഡ് എത്രയാണ് വരിക? 15% ആണ് വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഹർ ആനുവൽ ഡിവിഡൻഡ്. ആനുവൽ ഡിവിഡൻഡ് കണ്ടുപിടിക്കുക. അപ്പൊ ആനുവൽ ഡിവിഡൻഡ് തന്നെ ആ ലേഡിന്റെ ആനുവൽ ഇൻകം എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഫേസ് വാല്യൂ തന്നെ 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 1800 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് തന്നെ 15 ഡിവൈഡഡ് ബൈ 100. ഈ രണ്ട് 100ഉം ക്യാൻസൽ ആവും അല്ലെ? 1800 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ വരിക? ആൻസർ എത്രയാ വരിക? 270 എന്നല്ല വരിക? 18 ഇൻറ്റു 50. അപ്പൊ 2700. അപ്പൊ എത്രയായിരിക്കും എന്ത് വരിക? ആനുവൽ ഇൻകം വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ഷീ ഹാഡ് ബോട്ട് ദീസ് ഷെയർസ് അറ്റ് 4% പ്രീമിയം, വാട്ട് ഈസ് ദ റിട്ടേൺ ഷീ ഗെറ്റ്സ് ആസ് പെർസെൻറ്റേജ്? അപ്പൊ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 40% പ്രീമിയത്തിലാണെന്നാ പറയുന്നത് അല്ലെ? അപ്പം 40% ആണ് പ്രീമിയം. അപ്പൊ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം is equal to ഫേസ് വാല്യൂ തന്നെ 100 പ്ലസ് 100ന്റെ 40%. രണ്ട് 100 കട്ടാവും. 100 പ്ലസ് 40 140 റുപ്പീസ്. 140 ആണ് എന്ത് വരുന്നത്? മാർക്കറ്റ് വാല്യൂ. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പി. പി ആണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 100 ഇൻറ്റു ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് എത്രയാ? 15 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എത്രയാ? 140.
ഈ 0 0 കട്ട് ചെയ്യും അല്ലേ. ഇവിടെ 5, ഇവിടെ 7. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 7 അല്ലേ. 75 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 10.7 10.7% ആണ് എന്ത് വരിക. അത്രയും പെർസെൻറ്റേജ് ആയിരിക്കും എന്ത് വരുന്നത്, അത്രയും ഇൻവെസ്റ്റ്മെന്റിന്റെ അത്രയും പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ 12. അപ്പൊ ആ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാനൊക്കെ സുഖമായിരിക്കും കേട്ടോ. ഇനി അടുത്ത എ മാൻ ഇൻവെസ്റ്റ് rupees 11,200 in a company paying 6% annum. അല്ല, അപ്പൊ ഡിവിഡൻഡ് ആണെന്ന് പറയുന്നത് 6%. ഇൻ എമൗണ്ട് ഇൻവെസ്റ്റഡിനാണ് ഞാൻ സ്മോൾ ലെറ്റർ ഐ എന്ന് എഴുതിയ കേട്ടോ. എത്രയാണ്? 11,200. ഡിവിഡൻഡ് എത്രയാന്ന്? 6%. When its share ₹100 shares can be bought for, അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 140. ഫൈൻഡ് ഹിസ് ആനുവൽ ഡിവിഡൻഡ് അല്ലേ. അപ്പൊ ആനുവൽ ഇൻകം എത്രയാന്നാ ചോദിച്ചത് അല്ലെ. ആനുവൽ ഇൻകം എന്താ നമ്മൾ ഫോർമുല പഠിച്ചില്ലേ? ഫേസ് വാല്യൂ ഇൻറ്റു ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ബൈ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു ഇവിടെ എന്താ വരുന്നത്? ഇൻറ്റു ഡിവിഡൻഡ് ബൈ 100. ഇങ്ങനെയല്ലേ വരുന്നത് അല്ലെ? അതല്ലേ ഫോർമുല. ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എത്രയാ? 100. ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 11,200 ഇൻറ്റു ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് 6 ബൈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 140 ഇൻറ്റു 100. ഈ 2 0 ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ ഒരു 0 ക്യാൻസൽ ചെയ്യാം. 10 14 ഇവിടെ 5, ഇവിടെ എന്ത് വരും? 7 112 പോവും. 116 അല്ലെ. 5 into 16 തന്നെ 80 into 6 എത്രയാ? 960 rupees. 960 rupees ആണ് എന്ത് വരിക? ആനുവൽ ഇൻകം ആയിട്ട് വരിക അല്ലേ. 960 അല്ല, 6 8 സാർ എത്രയാ വരുന്നത്? 48. അപ്പൊ 480 rupees. 6 8 40, 480 rupees അല്ലേ. പിന്നെ എന്താ ചോദിച്ചത്? ഹിസ് പെർസെൻറ്റേജ് ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. അതിന് നമ്മൾ നേരത്തെ ആ ഫോർമുല യൂസ് ചെയ്യാം. ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ്. അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ഫേസ് വാല്യൂ എത്രയാ? ഫേസ് വാല്യൂ 100 ഇൻറ്റു ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്രയാ? 6%. 6 by 140. ഇത് ക്യാൻസൽ ചെയ്യുക. ഇവിടെ 5 7. അപ്പൊ എത്രയാ വരിക? 30 ഡിവൈഡഡ് ബൈ 7. ഇത്ര ചെയ്യുമ്പോൾ 4.29% എന്ന് കിട്ടും. ക്ലിയർ ആയോ? 4.29%. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Question 13. Mr. Sharma has 60 shares of nominal value 100. Appa number of shares എത്രയാ? 60. Nominal value means face value. Face value എത്രയാണെന്നത്? 100. And decides to sell them with a premium of 60%. അപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം is equal to face value 100 plus premium എന്ന് പറയുന്നത് 60% of the face value. അപ്പോൾ 100 into 60 by 100 എത്രയായിരിക്കും വരിക? 100 plus 60 160 അല്ലേ. അപ്പം ഞാനത് മാത്രമേ എഴുതുന്നുള്ളൂ. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 160. പിന്നെ
if he invests the proceeds in shares of nominal value rupees 50 and quoted 4% discount and paying 18% dividend annually, calculate the sale proceeds. അല്ലേ? ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇനി 13th ക്വസ്റ്റ്യൻ നോക്ക്. Question 13. Mr. Sharma has 60 shares of nominal value rupees 100. അല്ലേ? അപ്പം അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ തന്നിരിക്കുന്നത് 100 ആണ്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് വരുന്നത്? 60 ആണ് വരുന്നത്. ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കണേ. മറ്റിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു പ്രോബ്ലമാണിത്. ഡിസൈഡ് ടു സെൽ ദം വിച്ച് ആർ എ പ്രീമിയം ഓഫ് 60%. അപ്പം മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 60% പ്രീമിയം. അപ്പൊ 100ന്റെ കൂടെ 100ന്റെ 60%. അല്ലെ? അപ്പൊ എങ്ങനെയല്ല ചെയ്യാം? അപ്പൊ എന്താ വരിക? മാർക്കറ്റ് വാല്യൂ എത്ര വരും? 160 വരും. അല്ലെ? അപ്പൊ ഞാൻ മാർക്കറ്റ് വാല്യൂ മാത്രം എഴുതാം. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 160. പിന്നെന്താ തന്നിരിക്കുന്നത്? ഹി ഇൻവെസ്റ്റ് ദ പ്രൊസീഡ്സ് എന്നാ പറയുന്നത്. അല്ലെ? അപ്പം Mr. Sharma has 60 shares of nominal value rupees 100 and decides to sell them at a premium of 60%. അല്ലേ? അപ്പം ഇൻകം received from selling, അതായത് എത്ര രൂപയ്ക്കാണ് അയാൾ വിറ്റത്? 160. അപ്പൊ മാർക്കറ്റ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും എന്ത് വരിക? അങ്ങനെ ഈ ഒരു 160 റുപ്പീസിന്റെ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുക. അല്ലേ? അപ്പൊ നോക്ക്, 160 ഇൻടു എൻ എന്ന് പറയുന്നത് എത്രയാ? 60. അല്ലേ? ഇത് എത്രയാ വരിക? 0.9600 റുപ്പീസാണ് എന്തുണ്ടാവുക? അയാൾക്ക് ഇൻകം ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവുക. ഇതില് പ്ലസ് പ്രോഫിറ്റും കൂടി ഉണ്ടാവും കേട്ടോ ഈ 9600. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എത്ര ഇൻകം റിസീവ് ചെയ്തു പറഞ്ഞാൽ അതായത് മാർക്കറ്റ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് അങ്ങനെ ചെയ്താൽ മതി. ഇൻകം റിസീവ്ഡ്. അപ്പൊ ഈ ഇൻകം റിസീവ്ഡ് ആണ് ശരിക്കും എന്ത് പറയുന്നത്? പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്? പിന്നെ എന്താ ചെയ്ത്? ഹി ഇൻവെസ്റ്റഡ് ദ പ്രൊസീഡ്സ് ഇൻ ഷെയർസ് ഓഫ് നോമിനൽ വാല്യൂ ₹50. ഇത് കൊണ്ട് മൂപ്പര് വേറെ ഷെയർസ് മേടിച്ചു. വേറെ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാ? 50. അല്ല, ഈ ഷെയർ അല്ല. ഈ ഷെയറിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വേറൊരു ഷെയറാണ് മേടിച്ചത്. അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത്? 50. അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4% ഡിസ്കൗണ്ട് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ 50 മൈനസ് 15ന്റെ 4% കുറയ്ക്കുക. അല്ലെ? ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 50 മൈനസ് ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 2 വരും. 2 4 2 50 മൈനസ് 2 എത്ര വരിക? 48. അല്ലെ? ഞാനത് മാത്രം എഴുതാം. അപ്പം മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരുന്നത്? 48. അല്ലെ? ആൻഡ് പേയിങ് 18% ഡിവിഡൻഡ്. ഇതിൽ നിന്ന് എത്രയാണ്? 18% ആണ് ഡിവിഡൻഡ് ഉള്ളത്. അല്ലെ? കാൽക്കുലേറ്റ് ദ സെയിൽ പ്രൊസീഡ്. അപ്പൊ സെയിൽ പ്രൊസീഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഫസ്റ്റത്തെ ഇൻകം റിസീവ്ഡ് ഫ്രം സെല്ലിംഗ്, അതാണ് സെയിൽസ് പ്രൊസീഡ്സ്. സെയിൽ പ്രൊസീഡ്സ്. അല്ലെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഷെയർസ് ഹി ക്യാൻ ബൈ. അല്ലെ? അപ്പൊ നമ്മള് എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്താ വരിക? മാർക്കറ്റ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആനുവൽ ഇൻകം, സോറി, എമൗണ്ട് ഇൻവെസ്റ്റഡ്, എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 9600 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എത്രയാ? 48. അല്ലെ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? N 200 ഷെയർസ് മേടിച്ചിട്ടുണ്ടാവും. ഹിസ് ആനുവൽ ഡിവിഡൻഡ് ഫ്രം ദീസ് ഷെയർസ്. അപ്പൊ ആനുവൽ ഡിവിഡൻഡ് എന്താ കണ്ടുപിടിക്കുക? ആനുവൽ ഡിവിഡൻഡ്, അതായത് ആനുവൽ ഇൻകം ആണ് ചോദിച്ചത്. ആനുവൽ ഇൻകം എന്താ വരിക? ഫേസ് വാല്യൂ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് ഇൻടു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഫേസ് വാല്യൂ എത്രയാ? 50. എത്ര ഷെയർസാ മേടിച്ചത്? 200 ഷെയർസ്. ഇത് പുതിയ ഷെയർ ആട്ടോ, പഴയ ഷെയർ അല്ല. അപ്പൊ എന്താ വരിക? ബൈ 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ
15 to 100 into 80 എത്രയാ വരിക 8,800 റുപ്പീസ്. ഇതാണ് എന്ത് വരിക അയാളെ ഇൻകം വരിക. അപ്പോൾ സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ മേടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എന്ന് ആലോചിച്ചാൽ മതി. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ 14. A company with 10,000 shares. N എന്ന് പറയുന്നത് എത്രയാ വരിക 10,000 shares of nominal value. Nominal value means face value. എന്താ വരുന്ന 100. Declares an annual dividend of 8% to the shareholders. ഇപ്പൊ ഡി എത്രയാ വരുന്നത് 8% ആ വരുന്നത്. Calculate the total amount of dividend paid by the company. അപ്പൊ ഡിവിഡൻഡ് എത്രയാ വരിക ആനുവൽ ഇൻകം. അപ്പം എത്രയാ വരിക ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് 10,000 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാ വരിക 8 ഡിവൈഡഡ് ബൈ 100. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാ വരിക 80,000 റുപ്പീസ് ആണ് വരിക. റുപ്പീസ് 80,000 ആണ് എന്ത് വരുന്നത് ഡിവിഡൻഡ് എമൗണ്ട്, അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഓഫ് അതായത് മറ്റേ നമ്മളെ ഈ കമ്പനി കൊടുക്കുന്നത് എത്രയാ 80,000. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? രമേഷ് ഹാസ് ബോട്ട് 90 ഷെയർസ് ഓഫ് ദ കമ്പനി അറ്റ് റുപ്പീസ് 150 പെർ ഷെയർ. കാൽക്കുലേറ്റ് ദ ഡിവിഡൻഡ് ഹി റിസീവ്ഡ് ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ആനുവൽ ഇൻകം ഓഫ് ആര് രമേഷ് മേടിച്ചത്. അപ്പൊ എന്താ പറയുക ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. ഫോർമുല തന്നെ D/100 അല്ലെ. ഇതിന്റെ ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത് 100. രമേഷ് എത്ര ഷെയറാണ് മേടിച്ചത്? രമേഷ് 90 ഷെയർസാണ് മേടിച്ചത്. ഡിവിഡൻഡ് പെർസെൻറ്റേജ് മാറ്റമൊന്നുമില്ല 8/100. ഈ 100 100 ക്യാൻസൽ ചെയ്താൽ എന്താ വരിക 720 റുപ്പീസ് ആണ് എന്ത് ഇൻകം, ആനുവൽ ഇൻകം. കാൽക്കുലേറ്റ് ദ ഡിവിഡൻഡ് ഹി റിസീവ്ഡ് ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. അല്ലെ, ഈ രമേഷ് മേടിച്ചതിന്റെ മാർക്കറ്റ് വാല്യൂ പറഞ്ഞിരിക്കുന്നത് 150 എന്നാണ്. 150 റുപ്പീസ് ആണ് അല്ലെ. അപ്പൊ നേരത്തെ നിങ്ങൾ ആ ഫോർമുല യൂസ് ചെയ്ത് നോക്ക്. ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ്. അപ്പൊ പി എന്ന് പറയുന്നത് എന്താ വരിക ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ഫേസ് വാല്യൂ എത്രയാ 100 തന്നെ. ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാന്നത് ഡിവിഡൻഡ് പെർസെൻറ്റേജ് 8 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എത്രയാ 150 ആണ് രമേഷ് മേടിച്ചത്. ആ വാല്യൂവിനാണ് ഷെയർ മേടിച്ചത്. അപ്പൊ 150 0 കട്ട് ചെയ്യുക. 5 ഇവിടെ 2 ടൈംസ്, ഇവിടെ 3 ടൈംസ്. ഇപ്പൊ എന്താ വരിക 16/3 എന്ന് വരും. 16/3 ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക 3 5 3s are 15. റിമൈൻഡർ എന്താ 1. അപ്പൊ നമ്മളിത് എങ്ങനെയാ എഴുതുക 5 1/3%. 5 1/3%. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി 5.33%. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ 15. ഇത് ഒരു വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ 15 ചോദിച്ചതാണ് വിച്ച് ഈസ് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് 16% റുപ്പീസ് 100 shares at 80 or എന്താ ചോദിച്ചത് 20% റുപ്പീസ് 100 shares at 120. ഏതാണ് ബെറ്റർ ഇൻവെസ്റ്റ്? അപ്പൊ ഞാൻ 2 കോളം വരച്ചിട്ടായിട്ട് ചെയ്യാം. ഇപ്പൊ ഇതിൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പി എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി. പെർസെൻറ്റേജ് എത്രയാണ്? പെർസെൻറ്റേജ് ഓൺ ദ പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 16% എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് ആണ് അത്ര 16%. ഈ ഫേസ് വാല്യൂ ആണ് എന്ത് വരുന്നത് 100 അല്ലെ. മാർക്കറ്റ് വാല്യൂ ആണ് അത്ര ഈ 80 തന്നിരിക്കുന്നത്.
അല്ലേ? അപ്പോൾ ഇതിൽ ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ്. ഫേസ് വാല്യൂ എത്രയാണ്? 100 ഇൻറ്റു ഡിവിഡൻഡ് എത്രയാ? 16 ഡിവൈഡഡ് ബൈ 80. ഈ 16ഉം 80ഉം കട്ട് ചെയ്യുക. അപ്പോൾ എത്ര വരും? 5. എത്രയാ വരിക? 20% കിട്ടും. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ 20% പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇവിടെ നോക്ക്, ഇവിടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് 20%. ഈ തന്നിരിക്കുന്നതായിരിക്കും എന്ത്? ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ 100. മാർക്കറ്റ് വാല്യൂ എത്രയാന്ന്? 120 അല്ലെ? അപ്പൊ നമ്മൾ ഈ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ? പി ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ്. അപ്പൊ 100 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 120. ഈ 0 കട്ട് ചെയ്യുക, 2 കട്ട് ചെയ്താൽ 6 വരും. അപ്പോൾ 100 ബൈ 6 അത് എത്രയാണ് വരിക? 50/3. ഇതെത്ര വരും? 16. അതായത് 50/3 എന്ന് പറയുമ്പോൾ 50 ഡിവൈഡഡ് ബൈ 3. അപ്പം 1 3 എന്താ 20 6 18 2 അല്ലേ വരിക? അപ്പോൾ 16 2/3% കിട്ടും. അപ്പൊ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഇതിൽ നിന്ന് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന്. ഈ ഇൻവെസ്റ്റ്മെന്റിൽ 16 2/3% കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതല്ല ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് എന്ത് വരിക? ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആയോ? ഇനി 16th ക്വസ്റ്റ്യൻ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ. ഇത് വേറൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത തിയറി ഒക്കെ സെയിം തന്നെ. ക്വസ്റ്റ്യൻ 16 നോക്ക്. A man has a choice to invest in 100 rupee shares of 2 firms. അതായത് ഇവിടെ അപ്പം ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 അല്ലെ? അപ്പൊ 2 ഫിം ഉണ്ട്. ഒന്ന് ഫിം 1, വേറൊന്ന് ഫിം 2. ഞാൻ ആ 2 സൈഡിലായിട്ട് തന്നെ വരയ്ക്കാം അല്ലെ? ഫിം 1 എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞത്? 120. ഫിം 2 മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 132 ആണ്. പക്ഷെ ഇവിടെ പേഴ്സൻറ്റേജ് നോക്ക്. ഇവിടെ ഡിവിഡൻഡ് 5% കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡിവിഡൻഡ് എത്രയേ കൊടുക്കുന്നുള്ളൂ? 6% കൊടുക്കുന്നുള്ളൂ. അല്ല, 6% കൊടുക്കുന്നുണ്ട്. ഇവിടെ 5% കൊടുക്കുന്നുള്ളൂ. ഫൈൻഡ് വിച്ച് കമ്പനി ഈസ് ഗിവിംഗ് ബെറ്റർ റിട്ടേൺ. അപ്പം നമ്മൾ ഇവിടെ ആനുവൽ ഇൻകം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ബൈ 100 അല്ലേ? അപ്പം ഇവിടെ അതേ ഫോമിൽ തന്നെ ആനുവൽ ഇൻകം ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ ഇൻറ്റു എൻ ഇൻറ്റു ഡി ബൈ 100. അപ്പൊ നമ്മൾ ഇതിൽ കമ്പയർ ചെയ്യല്ലേ? കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ തൽക്കാലം നിങ്ങൾ എന്തായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. അപ്പം ഇവിടെ എന്തെടുക്കുക? എൻ 1 ആയിട്ട് എടുക്കുക. അതായത് ഒരു ഷെയർ ഈ ഫിം എന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആനുവൽ ഇൻകം കിട്ടും നോക്കുക. അതുപോലെ തന്നെ ഒരു ഷെയർ ഈ കമ്പനി ഫിം 2 എന്ന് മേടിച്ചു കഴിഞ്ഞാൽ എത്ര ഇൻകം ഉണ്ട് നോക്കാം. അപ്പൊ നോക്കി ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ആനുവൽ ഇൻകം ഫ്രം ദ ഫസ്റ്റ് ഫിം 1 സിക്കൽ ടു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 100 അല്ലായിരുന്നു? 100 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് 1 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്ര കിട്ടും? 5 rupees കിട്ടും അല്ല? ആനുവൽ ഇൻകം ഇവിടെ 5. അപ്പൊ ഇവിടെ എന്താ വരിക? ആനുവൽ ഇൻകം ഫ്രം ദ ഫിം 2 ഫേസ് വാല്യൂ 100 ഇൻറ്റു 1 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇവിടെ എന്ത് വരും? ₹6 കിട്ടും അല്ലെ? അപ്പൊ ബെറ്റർ റിട്ടേൺ തരുന്നത് എന്താ വരുന്നത്? ഈ കമ്പനി. അപ്പൊ ഞാൻ റൈറ്റ് ഇട്ട സെക്കൻഡ് കമ്പനിയാണ് ബെറ്റർ റിട്ടേൺ തരുന്നത് അല്ലെ? ഈ നേരത്തെ ക്വസ്റ്റ്യന്റെ പാർട്ട് 2 നോക്ക്. പാർട്ട് 2 എന്ന് പറയുന്നത് ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 26,400. ഇപ്പൊ 2 ഫിമ്മിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫിമ്മിലാണ് അധികം റിട്ടേൺ കിട്ടുകയാണെന്ന് ചോദിച്ചത്. ഇപ്പൊ ഫിം 2 അല്ലേ? അപ്പം ഇത് ഫിം സെക്കൻഡ്,
അല്ലെ? അപ്പൊ ആനുവൽ ഇൻകത്തിന്റെ നമ്മളെ ഫോർമുല എന്തായിരുന്നു? അല്ലെ, നമ്മളൊരു ഫോർമുല ഇല്ലേ, എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ഡിവിഡൻഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 100. ഇതല്ലായിരുന്നു നമ്മളെ എന്ത് ഫോർമുല? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിൽ നിന്ന് ആനുവൽ ഇൻകം ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. ആനുവൽ ഇൻകം ഫേസ് വാല്യൂ രണ്ടിന്റെ കേസിൽ എന്തായിരുന്നു? 100 ടു ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് 26400. ഇത് ഫസ്റ്റ് കമ്പനി തരുന്ന ഡിവിഡൻഡ് പെർസെന്റേജ് എന്തായിരുന്നു? ആ ക്വസ്റ്റ്യൻ നോക്ക്. ഫസ്റ്റ് കമ്പനി തരുന്നത് 5%. അപ്പൊ 5 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ എത്രയാ? മാർക്കറ്റ് വാല്യൂ ഫസ്റ്റ് കമ്പനീന്റെ എത്രയായിരുന്നു? 120. 120 ഇൻറ്റു 100. ഈ 100 ക്യാൻസൽ ചെയ്യാം. ഈ 5 ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 24 എന്ന് കിട്ടും അല്ലെ? ഇതിൽ രണ്ടിൽ ആര് കോമണാ? അപ്പോൾ 26400 ഡിവൈഡഡ് ബൈ 24 അല്ലെ? ഇത് എത്ര? 1100. അപ്പൊ എത്രയാ വരിക? 1100 റുപ്പീസ് ആണ് ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് കിട്ടുക അല്ലെ? ഇതേ എമൗണ്ട് സെക്കൻഡ് കമ്പനിയിൽ നിന്ന് എത്ര കിട്ടും നോക്ക്. സെക്കൻഡ് കമ്പനി ഞാൻ റെഡിൽ ചെയ്ത ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം ഫേസ് വാല്യൂ രണ്ടിലും 100 തന്നെ. ഡെപ്പോസിറ്റ് ചെയ്യുന്ന 26400 ഇൻറ്റു സെക്കൻഡ് കമ്പനി തരുന്ന ഡിവിഡൻഡിന്റെ പെർസെന്റേജ് 6 ബൈ 120 ഇൻറ്റു 100. സോറി 120 അല്ല 132. സെക്കൻഡ് കമ്പനി എത്ര തരുന്നുണ്ട്? 132 തരുന്നുണ്ട് അല്ല? സെക്കൻഡ് കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂ 132. അപ്പൊ ഇത് 100, അത് 100 കട്ടാവും. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാ വരിക? 22 അല്ലെ? 22 കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്താൽ എത്രയാ? 13200 ഡിവൈഡഡ് ബൈ 11. 13200 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 122 1200 റുപ്പീസ്. ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡ് കമ്പനിന്ന് ആനുവൽ റിട്ടേൺ എത്ര കിട്ടുന്നുണ്ട്? 1200 ഉണ്ട്. ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് എന്താ വരിക? 1100. അപ്പൊ ഡിഫറൻസ് എത്രയാ വരിക? ഡിഫറൻസ് ഇൻ ആനുവൽ ഇൻകം എത്രയാ വരിക? 1200 1100 കുറച്ചാൽ പോരെ? എത്രയാ? ₹100. അതായത് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഫിം 2 ₹100 അധികം കിട്ടും നമ്മൾ സെയിം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. എ മാൻ ബോട്ട് 360 10 rupee shares of a company paying 12% per annum. He sold the shares when their price rose to 21 per share and invested the proceeds in 5 rupee shares paying 4.5% per annum at 3.50 per share. അല്ലെ? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു, ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. എ മാൻ ബോട്ട് നമ്പർ ഓഫ് ഷെയർസ് എത്ര എവിടെ വരുന്നത്? 360 ഷെയർസ് ആണ് മേടിച്ചത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 റുപ്പി ആയിരുന്നു. കമ്പനി പേയിങ് 12% ആണ്. അപ്പൊ ഡിവിഡൻഡ് ആ കമ്പനീന്റെ എത്ര വരുന്നത്? 12% ആണ് അല്ലെ? ഹി സോൾഡ് ദ ഷെയർസ് വെൻ ദ പ്രൈസ് റോസ് ടു 21 അല്ലെ? അപ്പൊ മാർക്കറ്റ് വാല്യൂ 21 ആകുന്ന സമയത്ത് അയാൾ സെൽ ചെയ്ത്. സോ എമൗണ്ട് റിസീവ്ഡ് ബൈ സെല്ലിംഗ് എത്രയാ? 21. മാർക്കറ്റ് വാല്യൂ 21 ആയപ്പോഴാണ് വിറ്റത്. അപ്പൊ 360 ഇൻറ്റു 21 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അപ്പൊ 360 ഇൻറ്റു 21 എത്രയാ വരുന്നത്? 7560 റുപ്പീസ്. ഇതായിരുന്നു എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇതിനാണ് എന്താ പറയാ? സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയാം. സെയിൽസ് പ്രൊസീഡ് അല്ലെ? 760. ഇത് അയാൾ കൊണ്ടിട്ട് എന്താ ചെയ്തത്? ഒരു 5 റുപ്പി വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെ? വേറെ കമ്പനീന്റെ അതിന്റെ ഫേസ് വാല്യൂ ആണ് നോക്കുക. ആ സെക്കൻഡ് നോക്ക്. ഇൻവെസ്റ്റഡ് ഇറ്റ് പ്രൊസീഡ്സ് ഇൻ 5 റുപ്പീസ് ഷെയർസ്. അതായത് ഫേസ് വാല്യൂ 5 ഉള്ള ഷെയറിൽ ആ കമ്പനി തരുന്ന ഡിവിഡൻഡ് എത്രയായിരുന്നു? 4.5% അല്ലെ? പെർ ആനം അറ്റ് 3.50 പെർ ഷെയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ് വാല്യൂ ആണ് എന്ത് വരിക? 3.5. ക്ലിയർ ആയോ?
അപ്പൊ അത്രയും കാര്യങ്ങൾ ആ ഒരു സെന്റൻസ് നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കണം. 5 റുപ്പീ ഷെയർസ് തന്നെ ഫേസ് വാല്യൂ ആണ്. പേയിങ് 4.5% എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ആണ്. പെർ ആനം അറ്റ് 3.50 പെർ ഷെയർ. അതെന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ആയിരിക്കും വരിക. ഫൈൻഡ് ദ ആനുവൽ ചേഞ്ച് ഇൻ ഹിസ് ഇൻകം. അപ്പൊ ഫസ്റ്റ് കമ്പനിത്തെ നമ്മൾ ആനുവൽ ഇൻകം നോക്കാം. ഫസ്റ്റ് അത് ഞാൻ ഇവിടെ ചെയ്യാം. അതായത് ഈ കമ്പനിയിൽ നിന്നുള്ള ആനുവൽ ഇൻകം എന്തായിരുന്നു വരിക? നമ്മൾ എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എത്രയായിരുന്നു? 10 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 360 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് 12 ഡിവൈഡഡ് ബൈ 100. 10ഉം 0 ക്യാൻസൽ ചെയ്യുക, ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 36 ഇൻറ്റു 12 എത്രയാ വരുന്നത്? ₹432. 432 റുപ്പീസ് ആണ് ആദ്യത്തെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യത്തെ ഫെമിൽ നിന്ന് അയാൾക്ക് കിട്ടിയിരുന്നത്. ഇവിടെ നോക്ക് ആനുവൽ ഇൻകം. അല്ല, ആനുവൽ ഇൻകം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്പർ ഓഫ് ഷെയർസ് എത്ര മേടിച്ചിട്ടുണ്ടാവും? ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാ? 60 ഡിവൈഡഡ് ബൈ, നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുക? റിസീവ്ഡ് ബൈ ഒരു ഷെയറിന്റെ പ്രൈസ് എത്രയാ? മാർക്കറ്റ് വാല്യൂ എത്രയാ? 3.5 അല്ലെ? അപ്പൊ എത്രയാ വരിക? 7560 ബൈ 35 അല്ലെ? ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ ചെയ്യത്? നമ്പർ ഓഫ് ഷെയർസ് തന്നെ ഇത് രണ്ടിലും 7 കോമൺ ആണ്. 5,10800. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2160 അല്ലെ? ഇത്രയും ഷെയർസ് മേടിച്ചിട്ടുണ്ടാവും. 2160 ഷെയർസ് അല്ലെ? അപ്പൊ ഇതിലെ ആനുവൽ ഇൻകം എന്താ നോക്ക്? ഫേസ് വാല്യൂ തന്നെ എത്ര? ഇവിടെ 5 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 21060. നമ്മൾ ഈ ഫോമിൽ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്, ആനുവൽ ഇൻകത്തിന്റെ ഫോമില. ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇവിടെ എത്രയാ? 4.5 ഡിവൈഡഡ് ബൈ 100. 4.5 ഡിവൈഡഡ് ബൈ ഇതും കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 എന്ന് വരും. സീക്വൽ ടു 216 എന്ന് പറയുമ്പോൾ 108 ഇൻറ്റു 4.5. 108 ഇൻറ്റു 4.5 അല്ലെ? അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക? റുപ്പീസ്. ഇതിപ്പം സോൾവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ 54 ഇൻറ്റു 2 ഇൻറ്റു 4.5 എന്ന് എഴുതാം. 108 തന്നെ 54 ഇൻറ്റു 2 ആണല്ലോ. അപ്പൊ ഈക്വൽ ടു 54 ഇൻറ്റു 4.2 അപ്പൊ 9. 36,3. അപ്പൊ 486 റുപ്പീസ് ആണ് കിട്ടുക. ക്ലിയർ ആയോ? അപ്പം ആദ്യത്തെ ഫേമിൽ നിന്ന് 432 ആണ് കിട്ടുന്നത്, രണ്ടാമത്തെ ഫേമിൽ നിന്ന് 486. അപ്പം ആനുവൽ ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറഞ്ഞാല് ആനുവൽ ചേഞ്ച് ഇൻ ഹിസ് ഇൻകം അല്ലെ? എന്താ വരിക? 486. ആദ്യത്തെ എത്രയായിരുന്നു? 432. എത്രയാ വരിക? ₹54. അപ്പൊ 54 റുപ്പീസ് ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 18. A man sold 400 rupees 20 shares of a company paying 5% at rupees 18 and invested the proceeds in rupees 10 shares of another company paying 7% at 12. How many rupees 10 shares did he buy and what was the change in his income? അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്ക്. ആദ്യത്തെ ഫസ്റ്റ് ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. എ മാൻ സോൾഡ് 400. അപ്പൊ എത്രയാ വരുന്നത്? 400. അപ്പൊ ഫേസ് വാല്യൂ എത്രയായിരുന്നു അതിന്റെ? 20 അല്ലേ? ഓഫ് എ കമ്പനി പേയിങ്. ആ കമ്പനി തന്നിരിക്കുന്ന ഡിവിഡൻഡ് എത്രയായിരുന്നു? 5% അല്ലേ? അറ്റ് മാർക്കറ്റ് വാല്യൂ ആണ്
എന്ത് വരുന്നത് 18. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കണം കേട്ടോ. 20 shares of a company paying 5% at rupees 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ഇതെന്താ ചോദിച്ചത്? ഹൗ മെനി ടൈംസ് ഷെയർസ് ബീൻ വെൽസ്. അപ്പം ഇതില് ആനുവൽ ഇൻകം നോക്ക്. അപ്പൊ ആനുവൽ ഇൻകം എത്രയാ? ആനുവൽ ഇൻകം ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് is equal to face value എത്രയാ? 20 into number of shares 400 into dividend percentage എന്ന് പറഞ്ഞാൽ 5/100. ഇത് കട്ട് ചെയ്താൽ 4. 20 into 20. അപ്പോൾ 400 rupees ആണ് എന്ത് വരുന്നത്? അപ്പോൾ rupees 400 ആണ് റിസീവ് ചെയ്തത്. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് 400 ഷെയർസ് എത്രയാ വരിക? ഷെയർസ് ഇതാണ് എന്ത് വരിക? സെയിൽസ് പ്രൊസീഡ്സ് വരിക. സെയിൽസ് പ്രൊസീഡ് അല്ലെ? ഇപ്പൊ എത്ര മുടക്കി എന്നുള്ളതാണ് സെയിൽസ് പ്രൊസീഡ് ആയിട്ട് വരിക. അപ്പൊ ഇതിൽ എത്ര വരും? മാർക്കറ്റ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. മാർക്കറ്റ് വാല്യൂ എത്രയാ വരുന്നത്? 18 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 400. എത്രയാ വരിക? 7200. ഇത്രയും റുപ്പീസാണ് വരുന്നത്. ഇനി ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ 7000 rupees വെച്ചിട്ട് വേറൊരു ഷെയർ മേടിച്ചു. ആ ഷെയറാണ് സെക്കൻഡ് കേസിൽ തന്നെ. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാ നോക്ക്? ഫേസ് വാല്യൂ 10 ആണ് അല്ലെ? മാർക്കറ്റ് വാല്യൂ ആ ഷെയറിന്റെ അതും തന്നിട്ടുണ്ട് 12 അല്ലെ? ആ കമ്പനി തരുന്ന ഡിവിഡൻഡ് എത്രയാ? 7%. ക്ലിയർ ആയ? അപ്പൊ എത്ര ഷെയർ മേടിക്കാൻ പറ്റും? നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇറക്കിയത്? ഇൻവെസ്റ്റ് ചെയ്ത് 7200 അല്ലെ? മാർക്കറ്റ് വാല്യൂ എത്രയാ വരിക? 12. അപ്പൊ 600 ഷെയർസ് മേടിക്കാൻ പറ്റും അല്ലെ? ഈ 600 ഷെയർസ് എന്നുള്ള ഇൻകം എന്താ വരിക? ഡിവിഡൻഡ്, ആനുവൽ ഇൻകം. അപ്പോ അതായത് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് 600 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്താ വരിക? 7/100. ഇത് കട്ട് ചെയ്യാം. ഇപ്പൊ എത്ര വരിക? 420 rupees. 420 rupees ആണ് കിട്ടുക അല്ലെ? വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ ഹിസ് ഇൻകം അല്ലെ? അപ്പൊ ആദ്യം എത്രയായിരുന്നു കിട്ടിയത്? 400 ആണ് കിട്ടിയത്. ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? 420 കിട്ടുന്നുണ്ട്. അപ്പൊ ചേഞ്ച് ഇൻ ഇൻകം എന്താ വരിക? ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നത് എത്രയാ വരിക? 420 മൈനസ് 400 എത്രയാ വരുന്നത്? 20 rupees. അപ്പൊ അതാണ് എന്ത് വരിക? ചേഞ്ച് ഇൻ ഇൻകം. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ 19. Two brothers A and B invest rupees 16,000 each in buying shares of two companies. A buys 3% 100 rupees share at 80 and B buys, നോക്ക് ഞാൻ എയും ബി ആയിട്ട് വരയ്ക്കാം. എയും ബിയും ബ്രദർ അല്ലെ? ബ്രദേഴ്സ് ആണ്. രണ്ടാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാ? 16,000. അപ്പൊ എമൗണ്ട് ഇൻവെസ്റ്റഡ് രണ്ടാളും എത്രയാ? 60,000 rupees. 16,000 rupees അല്ലേ? പിന്നെന്താ? എ ബൈസ് 3% 100 rupees. അപ്പൊ എ ഒരു ഇത് മേടിച്ചു, അതിന്റെ ഡിവിഡൻഡ് എത്ര? എ ഷെയർ മേടിച്ചതിന്റെ ഡിവിഡൻഡ് ആണ് 3%. ഷെയർസ് അറ്റ് rupees buying shares of A buys 3% 100 rupees ഷെയർ. അപ്പൊ അതിന്റെ ഫേസ് വാല്യൂ എത്രയാ വരുന്നത്? 100 rupees ഷെയർ. മാർക്കറ്റ് വാല്യൂ എത്രയാ? 80 അല്ലെ? ഇനി ബി മേടിച്ചതോ? buys 10 rupee share at par അല്ലെ? and B buys 10 rupee share at par. അപ്പൊ ഇതില് ഫേസ് വാല്യൂ എത്രയാ വരുന്നത്? 10 ആണ്. മാർക്കറ്റ് വാല്യൂ അറ്റ് പാർ എന്നാ പറഞ്ഞത്. അപ്പൊ എത്രയാ? 80 തന്നെ.
ഇനി ഈ ചോദിച്ചത് എന്താന്ന് പറഞ്ഞാൽ സോറി മാർക്കറ്റ് വാല്യൂ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ 80 അല്ല എന്താ 10 ആണ് ഫേസ് വാല്യൂ. നോക്കുക സെന്റൻസ് ഒന്ന് വായിച്ചു നോക്ക്. ബി ബൈസ് 10 റുപ്പീസ് ഷെയർ അറ്റ് പാർ. അറ്റ് പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ മാർക്കറ്റ് വാല്യൂ എന്താണ് സെയിം ആണ്. അപ്പൊ ഇങ്ങനെയാണ് ബി മേടിച്ചത് അല്ലെ. ഇവിടെ ഡിവിഡന്റിന്റെ പെർസെന്റേജ് ബിന്റെതും എന്താണ് ഡിവിഡന്റ് പെർസെന്റേജ് തന്നിട്ട് നോക്കാം, വായിച്ചു നോക്കാം. ഇഫ് both receive equal dividend at the end of the year, find the rate of percentage of dividend received by B. അപ്പൊ ഇയാളെ ഡിവിഡന്റ് നമുക്ക് അറിയില്ല. അപ്പൊ വേണമെങ്കിൽ ഇത് D1 എടുത്തോ, ഇത് D2 എടുത്തോ. നമുക്കിത് വേണമെങ്കിൽ FV1 എടുക്കാം, ഇത് FV2 എടുക്കാം, ഇത് MV1, ഇത് MV2 അല്ലെ. അപ്പം ആനുവൽ ഇൻകം രണ്ടാളും എന്താണ് ഈക്വൽ ഡിവിഡന്റ്. അപ്പോൾ ആനുവൽ ഇൻകം ഓഫ് 1 ബ്രദർ എ എന്താണ് ഈസ് ഈക്വൽ ടു ആനുവൽ ഇൻകം ഓഫ് ബ്രദർ ബി. രണ്ടാളതും സെയിം ആണ്. അപ്പോൾ ഇതിന്റെ ഇയാളെ ആനുവൽ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫേസ് വാല്യൂ ഓഫ് ബ്രദർ എ ഇൻടു നമ്പർ ഓഫ് ഷെയർസ് ബ്രോട്ട് ബൈ ഫസ്റ്റ് വൺ എ അല്ലേ, ഇൻടു ഡിവിഡന്റ് പെർസെന്റേജ് ഓഫ് എ ഡിവൈഡഡ് ബൈ 100. അതുപോലെ തന്നെ FV2 ഇൻടു N2 ഇൻടു D2 ഡിവൈഡഡ് ബൈ 100. നമുക്ക് വേണമെങ്കിൽ 100 ക്യാൻസൽ ചെയ്യാം അല്ലേ. നമുക്ക് D2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ D2 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതിനെ രണ്ടിനെ ടേമിനെ അങ്ങോട്ട് എടുക്കുക. FV1 ഇൻടു N1 ഡിവൈഡഡ് ബൈ FV2 ഇൻടു N2 ഇൻടു D1. ഇങ്ങനെയല്ലേ വരിക. ഇതിൽ നോക്ക്, N1 N2 നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അത് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഇവിടെ ഇപ്പോൾ N1 എത്രയാ? എന്റെ കേസാണ്. എന്റെ കേസിൽ N1 എത്രയാ വരുന്നത്? എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാ? 16,000. മാർക്കറ്റ് വാല്യൂ എത്രയാ? 80 അല്ലെ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഷെയർ മേടിക്കും? 200 ഷെയർസ് N1 മേടിക്കും. N2 എന്ന് പറയുന്നതോ ഇൻവെസ്റ്റ് ചെയ്തത് 16,000 തന്നെ, ഡിവൈഡഡ് ബൈ എത്രയാ? 10 അല്ലെ. 1600 ഷെയർസ്. ബി 1600 ഷെയർസ് മേടിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നമ്മളിത് സോൾവ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു FV1 എന്ന് പറയുന്നത് 100 ഇൻറ്റു N1 എന്ന് പറയുന്നത് 200 ഇൻറ്റു D1 എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണ് വരുന്നത്? FV2 10 ഇൻറ്റു N2 എത്രയാ? 1600. ക്ലിയർ ആയോ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. 2 ഇതിൽ 8 ടൈംസ്, ഈ 10 ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 4 അല്ലേ. അതായത് 15 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 4 അല്ല 3.75%. 3.75%. ക്ലിയർ ആയോ? ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ ലാസ്റ്റ്, ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Question 20. എ മാൻ ഇൻവെസ്റ്റ് റുപ്പീസ് അല്ലെ 20. അപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ് എത്ര? 20,200. സോറി 20,020 അല്ലേ. 20,020 ഇൻ ബൈങ് ഷെയർസ് ഓഫ് നോമിനൽ വാല്യൂ. അതായത് ഫേസ് വാല്യൂ എത്രയാ? 26 at 10% പ്രീമിയം. അപ്പൊ പ്രീമിയം ആണ്. അപ്പൊ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര വരിക? 26 പ്ലസ് 26 ഇൻറ്റു 10% ആ പ്രീമിയം ബൈ 100.
എത്ര വരിക 26 പ്ലസ് 2.6 ഇപ്പൊ 28.6 അല്ലേ? അത് മാത്രം എഴുതാം. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ വരിക 28.6. The dividend on the shares is 15. അപ്പൊ ഡിവിഡൻഡും തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് 15%. Find the number of shares he can buy. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എത്രയാ വരിക? N is equal to amount invested. അപ്പൊ 20020 amount invested by market value എത്രയാ വരിക? 28.6 അല്ലേ? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്രയാ വരിക? അപ്പം 20020 ഇൻറ്റു 10 ചെയ്യുക ഡിവൈഡഡ് ബൈ 286. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും 700 ഷെയർസ് വരും. 700 ഷെയർസ് മേടിക്കാം. ഡിവിഡൻഡ് റിസീവ്ഡ് ആനുവലി. അപ്പൊ ആനുവൽ ഇൻകം എത്രയാണ്? നമ്പർ ഓഫ് ഷെയർസിന്റെ ഇത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നമ്പർ ഓഫ് ഷെയർസ് എന്നാൽ എപ്പോഴും amount invested by market value. അതാണ് എന്ത് വരിക? നമ്പർ ഓഫ് ഷെയർസ്. ഇപ്പം ഫേസ് വാല്യൂ, ഇതിന്റെ ഫോർമുല ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 26 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് 700 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 100. ഈ രണ്ട് സീറോ ക്യാൻസൽ ചെയ്യും അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്രയാ വരിക? 2730 റുപ്പീസ് ആണ് കിട്ടുക. 2730 റുപ്പീസ് അല്ലെ? അതാണ് ഡിവിഡൻഡ് പെർസെൻറ്റേജ് അല്ലെ? പിന്നെ എന്താ ചോദിച്ചത്? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹി ഗെറ്റ്സ് ഓൺ ഹിസ് മണി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യാം. എന്താ വരിക? ഫേസ് വാല്യൂ ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇൻറ്റു പെർസെൻറ്റേജ് അല്ലെ? അപ്പൊ പെർസെൻറ്റേജ് എന്താ വരിക? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 26 ഇൻറ്റു ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 28.6. സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുക? 150 ഡിവൈഡഡ് ബൈ 11 കിട്ടും. 150 ഡിവൈഡഡ് ബൈ 11. 150 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ 111 40 3 33 7 is equal to 13 7 by 11. 13 7 by 11 percentage. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മുടെ എക്സസൈസ് 3B. ഇതിൽ നിങ്ങൾ ഈ ഫോർമുലാസ് വെച്ചിട്ട് ഈ ഫോർമുല വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഫോർമുലാസ് ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഫസ്റ്റത്തെ 2 പ്രോബ്ലത്തിൽ നിന്ന് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇങ്ങനെ പ്രോബ്ലം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും.